സുഹൃത്തുക്കളെ, ഓർമ്മകളെന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതല്ലേ. ഹൃദയത്തിൽ നിന്നും ഓർത്തെടുത്ത മനോഹരമായൊരു ഗ്രാമത്തിന്റെ കഥ ഞാൻ പറയാം. ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ് ജില്ലയിലെ ഹർക്കോട്ട് എന്ന ഗ്രാമം. പഞ്ചചുളി കൊടുമുടികളുടെ നാട്ടിലാണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മുനിശ്ശാരി എന്ന പട്ടണത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറിയിട്ടാണ് ഹർക്കോട്ട് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മുനിശ്ശാരിയിൽ നിന്നും ഹർക്കോട്ട് ഗ്രാമത്തിലേക്കുള്ള യാത്ര ഹൃദയത്തിൽ നിന്നും ഓർത്തെടുക്കപ്പെടും. ധാരാളം പൂക്കളും വെള്ളച്ചാട്ടങ്ങളും പൈൻ മരങ്ങളും റോഡോഡെൻഡ്രോന്റെ മരങ്ങളും കണ്ടുകൊണ്ടാണ് ഹർക്കോട്ട് ഗ്രാമത്തിലേക്കുള്ള യാത്ര. ഗ്രാമത്തിൽ ഞാൻ എത്തുമ്പോൾ കാണുന്നത് ധാരാളം ആടുകളെയും പശുക്കളെയും തലയിൽ പുൽക്കെട്ടുകൾ വെച്ചുകൊണ്ട് പോകുന്ന ഗ്രാമവാസികളെയുമാണ്. മനോഹരമായൊരു ഭൂപ്രദേശം, പച്ചവിരിച്ചൊരു താഴ്വരയാണെന്ന് വിശേഷിക്കാം. ഗ്രാമത്തിലെ ഓരോ വീടുകളിലും പോയി അവിടുത്തെ ജനങ്ങളോട് ഞാൻ സംസാരിച്ചു. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്, ഉപജീവന മാർഗം എന്താണെന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞത് നമ്മുടെ ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലും മാത്രമാണ്. ഉത്തരാഖണ്ഡിലെ തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയാണ് ഹർക്കോട്ട് എന്ന് പറയുന്നത്. അവിടുത്തെ വീട് നിർമ്മിച്ച രീതിയില്ലേ, ഹൃദയത്തിൽ എന്നും സന്തോഷം നൽകുന്നതാണ്. അവരുടെ വീടിന്റെ ചുമരിൽ തൊടുമ്പോൾ തണുപ്പാണ്. ആ വീട്ടിന്റെ പഴമ, ആ ഗ്രാമത്തിന്റെ പഴമ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീടിന്റെ ജനൽ, വാതിൽ, വീട്ടിന്റെ അകത്തേക്ക് പോകുന്ന വഴികളൊക്കെ എന്തോ ഒരു ഓർമ്മകൾ പോലെ എന്നെ പഴയൊരു കാലത്തിൽ എത്തിച്ചതുപോലെ. പാറക്കല്ലുകൾ അടുക്കി വെച്ചതുപോലെയാണ് അവിടുത്തെ വീടുകൾ. വീടിന് 2 തട്ടുകളുണ്ട്. അടിത്തട്ടിൽ കന്നുകാലികളും മുകൾ ഭാഗത്താണ് ഗ്രാമവാസികളും താമസിക്കുന്നത്. ഗ്രാമത്തിലെ ജനങ്ങൾ എന്നോട് ചോദിച്ചു, ഇത്രയും ദൂരെ നിന്നും നമ്മുടെ ഗ്രാമത്തിലേക്ക് എന്തിനാണ് വന്നത്, വരാനുള്ള കാരണം എന്താണ്? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരാളോട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ യാത്രയിൽ കൂടുതലും കണ്ടത് ഗ്രാമങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ഭൂമി എത്ര മനോഹരമാണ്, നിങ്ങൾ എല്ലാവരെയും എത്രമാത്രമാണ് സ്നേഹിക്കുന്നത്. ദൂരെ നിന്നും വന്ന എന്നോട് പോലും നിങ്ങൾ പെരുമാറുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണ്, എത്ര സ്നേഹത്തോടു കൂടിയാണ്. ഇതൊക്കെയാണ് സഞ്ചാരികളെ ഗ്രാമങ്ങളിലേക്ക് വരാൻ ആകർഷിക്കുന്ന ഒരു കാര്യം കൂടി. കൂടാതെ നിങ്ങളുടെ ആരോഗ്യം, 80 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ മറ്റുള്ളവരോട് സ്നേഹിക്കുന്ന രീതി, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങളുടെ പ്രകൃതി, ഇതൊക്കെ അത്രമാത്രം പുണ്യമാണെന്ന് പറഞ്ഞു. സംസാരത്തിനിടയിൽ അവരെന്നോടൊരു കാര്യം പറയുകയുണ്ടായി. നമ്മുടെ വീടിനകത്ത് വൃത്തി കുറവാണ്, സൗകര്യങ്ങളൊന്നും ഇല്ല, ഞാൻ ആ വീടിനകത്ത് കയറുമെന്ന് വിചാരിച്ചായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, മനുഷ്യൻ ധരിച്ച വസ്ത്രത്തിലല്ല മനുഷ്യത്വമുള്ളത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പെരുമാറുന്ന രീതി, അവർക്ക് കൊടുക്കുന്ന ബഹുമാനം, അതാണ് മനുഷ്യത്വം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹം, ഇത് തന്നെയാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. സുഹൃത്തുക്കളെ, യാത്രകൾ തുടരുകയാണ്. മറ്റൊരു കഥകളുമായി ഞാൻ ഉടനെ വരാം.